അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരുകളൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് കുറഞ്ഞത് എത്ര രൂപയൊക്കെ മുടക്കിയാലാണ് നല്ലൊരു പി സി ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ കുറഞ്ഞത് ഗെയിമിങ്ങിനും എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയുള്ള ഒരു നല്ല ഒരു പി സിയാണ് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ നോക്കണം. കാര്യം ഇത് അത്യാവശ്യം ഇത്രയെങ്കിലൊക്കെ വേണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും. ഇത് അത്യാവശ്യം അപ്പോൾ കുഴപ്പമില്ലാതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കും. അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാം, ഒരു 1080p 60 എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റിങ്ങിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കും. അത്യാവശ്യം സ്ട്രീമൊക്കെ ചെയ്യണമെങ്കിൽ ഈ പി സിക്കകത്ത് സ്ട്രീമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണോ എന്നുള്ളത് ഈ വീഡിയോക്കകത്ത് എന്തായാലും പറയാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല പൊളപ്പം പി സിയാണ്, പൈസയ്ക്ക് മുതലായ ഒരു സാധനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴത്തെ വിലയ്ക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു സാധനം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പി സിക്കകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കണം. ഇന്റൽ i3 12100F എന്ന് പറയുന്ന ഒരു പ്രൊസറാണ്. അപ്പോൾ ഇത് 4 കോർ 8 ത്രെഡൊക്കെ വരുന്ന ഒരു പ്രൊസറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാനും അതുപോലെയൊക്കെ തന്നെ നമുക്ക് സ്ട്രീം ചെയ്യാനൊക്കെ പറ്റിയ ഒരു പ്രൊസറൊക്കെ തന്നെയാണ്. അപ്പം പഴയ i3 പോലെയൊന്നും അല്ല ഈ 12th ജനറേഷൻ i3. അത്യാവശ്യം നല്ല പവറായ സാധനമാണ്. അപ്പം കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളും. ഇത് ഒരുപാട് ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ അഡീഷണൽ കൂളറൊന്നും ഇടേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഹൈപ്പർ T20 എന്ന് പറയുന്ന കൂളർ മാസ്റ്ററിൻ്റെ ഒരു എയർ കൂളർ കൂടെ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ മദർ ബോർഡ് ഏത് നോക്കി കഴിഞ്ഞാൽ ഗിഗാബൈറ്റിൻ്റെ H610 എന്ന് പറയുന്ന 2 RAM സ്ലോട്ടുള്ള ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല, ബ്ലൂടൂത്തും വരുന്നില്ല. നല്ലൊരു മദർ ബോർഡൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിനകത്ത് NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വൈഫൈക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ PCIയുടെ വൈഫൈ കാർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈഫൈയുടെ ഡോങ്കിളൊക്കെ ഉപയോഗിക്കാം. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ വൈഫൈക്കും കിട്ടുന്നതാണ്. ഇൻബിൽഡ് വൈഫൈ മദർ ബോർഡ് തന്നെ വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. അടുത്ത നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന റാം എന്ന് പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിൽ നമ്മൾ ഒതുക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മൾ 8 GB റാമേ ഉപയോഗിക്കുന്നുള്ളൂ. അതും ഹീറ്റ് സിങ്ക് ഒന്നും വരുന്ന റാമൊന്നും അല്ല. അത്യാവശ്യം നല്ല റാമൊക്കെ തന്നെ ക്രൂഷ്യലിലെ ബേസിക്സ് എന്ന് പറയുന്നത് 3200 MHz ഒരു റാമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് ഇത് നല്ലൊരു റാമാണ്. അടുത്തതിനകത്ത് സ്റ്റോറേജിന് നമുക്ക് ഇത്രയെങ്കിലും കുറഞ്ഞ സ്റ്റോറേജ് വേണം. ഇതിലും കുറഞ്ഞ സ്റ്റോറേജ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കി വെച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തിരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ഓൺ ആക്കി അതിനകത്തൊന്നും ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതിനകത്ത് ഒരു 500 GB M.NVMe ഇടാം. കിങ്സ്റ്റണിൻ്റെ NV1 എന്ന് പറയുന്ന ഒരു M.NVMe ഇടാം. ഇത് അത്യാവശ്യം റീഡ് ആൻഡ് റൈറ്റ് സ്പീഡൊക്കെ ഉള്ള ഒരു NVMe ഒക്കെ തന്നെയാണ്. ഇത് ഇത്രയും മതി. നമുക്ക് അത്യാവശ്യം ഒരു GTA 5 ഇടാനും പിന്നെ വേണമെങ്കിൽ നമുക്ക് വാലറന്റ് ഇടാനൊക്കെ ഈ ഒരു സ്പേസ് ഒക്കെ ധാരാളമൊക്കെ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു 500 GB ഹാർഡ് ഡിസ്ക് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇടാം. ഇടുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 500 GB ഹാർഡ് ഡിസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ PC കുറച്ചുകൂടെയൊക്കെ ഇഴച്ചിൽ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും മിനിമം ഒരു 1 TB ഒക്കെ ഇടുന്നതാണ് നല്ലത്. അതല്ല നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള 500 വേണമെങ്കിൽ ഇട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞത് ഒരുപാട് വലിയ പവർ സപ്ലൈ ഒന്നും വേണ്ട. 450 വാട്ടിൻ്റെ ഒരു പവർ സപ്ലൈ 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുക്കണമെന്നേ ഉള്ളൂ. 450 ഒക്കെ ധാരാളമാണ്. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ 450 ഒക്കെ ധാരാളം തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ് കാർഡ്, ഇതിൻ്റെ പ്രധാന സാധനം എന്ന് പറയുന്നത് NVIDIA Quadro E400 എന്ന് പറയുന്ന 4 GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഇത് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് 2 GB വരുന്നുണ്ട്, മറ്റേതെന്ന് പറയുന്നത് 4 GB ഒക്കെയാണ്. അപ്പോൾ 2 GB 4 GB കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. എന്തായാലും ഈ ഗ്രാഫിക്സ് കാർഡ് നമ്മളുടെ 1050 Ti നമുക്ക് ഗെയിമിങ്ങിലും കാര്യങ്ങളൊക്കെ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നതാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പോളപ്പ ഗ്രാഫിക്സ് കാർഡാണ് Quadro T400 എന്ന് പറയുന്നത്. നമുക്ക് സ്ട്രീം ചെയ്യാനും ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മതിയുടെ. ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ താങ്ങിക്കോളും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ 2 GB 4 GB തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല, ഒരു VRAM വ്യത്യാസം വരുന്നതേ ഉള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 2 GB എടുക്കാം, അല്ലെങ്കിൽ 4 GB കിട്ടുകയാണെങ്കിൽ 4 GB എടുക്കാം. ഏകദേശം ഈ അത്യാവശ്യം വലിയ വില വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുള്ളൂ. 2000 രൂപയുടെയൊക്കെ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ GTA 5 റോൾ പ്ലേ കളിക്കണമെങ്കിൽ കളിക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഓടും. 1080p എഡിറ്റ് ചെയ്യണമെങ്കിലും എഡിറ്റ് ചെയ്യണേ, കുഴപ്പമൊന്നുമില്ല. 1080p കാര്യങ്ങളൊക്കെ നടക്കും. വാലറന്റ് കളിക്കാൻ ഇത് ധാരാളമാണ്. വേണമെങ്കിൽ വാലറന്റ് സ്ട്രീം സ്ട്രീമിങ് ചെയ്യാം. ഈ സെറ്റപ്പ് മതിയാവും, വേറെ ഒന്നും വേണ്ട. പക്ഷേ റോൾ പ്ലേ എനിക്ക് 5Mൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. അത്യാവശ്യം ഹാൻഡിൽ ചെയ്യുമെന്നുള്ള കാര്യം. 8 GB റാം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ലാഗുകളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ലോ സെറ്റിംഗ്സിലൊക്കെ ഇട്ട് ഓടിക്കാം. അടുത്തതിനകത്ത് ഉപയോഗിക്കുന്ന കേസ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ഒരു കേസാണ്. അത്യാവശ്യം നമുക്ക് ഫാനുകളൊക്കെ ഇടാൻ പറ്റിയ ഒരു കേസാണ്. ഫ്രണ്ടിൽ ഒരു RGB ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയർ ഫ്ലോ ഒക്കെ ഉള്ള നല്ലൊരു ക്യാബിനറ്റൊക്കെ തന്നെ, ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉള്ള ഒരു ക്യാബിനറ്റൊക്കെ തന്നെ ഈ ഒരു വിലയ്ക്കൊക്കെ മേടിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ കീബോർഡും മൗസൊന്നും പറ്റത്തില്ല. കാര്യം നമ്മൾ 35,000 രൂപയുടെ ബഡ്ജറ്റിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭാവിയിൽ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വെച്ച് അപ്ഗ്രേഡ് ചെയ്യാമെന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചോളി. അത് എന്തൊരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു RTX 3050 ഗ്രാഫിക്സ് കാർഡുകളൊക്കെ കയറ്റാം. 1660 സൂപ്പർ ഇടാം. 1660 സൂപ്പർ ഇട്ടാൽ മതി. നമുക്ക് സ്ട്രീം ചെയ്യാം. പിന്നെ ഒരു 8 GB റാം കൂടെ വേണമെങ്കിൽ ഇടാം. പിന്നെ വേണമെങ്കിൽ 1 TB ഹാർഡ് ഡിസ്ക് കയറ്റാം. അപ്പോൾ ഇത്രയും അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. ഞാൻ എന്തായാലും പോവുകയാണ്. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും